എറണാകുളം ബണ്ട് റോഡിലുള്ള പാലം പണിയാണ് ഈ കാണുന്നത്. ഈ ഡിസംബറിൽ കാലാവധി തീരും എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഇതിന്റെ കരാറിന്റെ കാലാവധി കഴിയും. ആകെ ഇവിടെ ഒരു 2-3 തൊഴിലാളികൾ, പിന്നെ അപ്പുറത്ത് 2 പേര്, അതുപോലെ തന്നെ ക്രെയിൻ ഓപ്പറേറ്റർ ആയിട്ട് ഒരാളെയും കണ്ട്. ഇതാണ് ഇവിടുത്തെ ജോലിക്കാർ. വർക്ക് തുടങ്ങിയിട്ട് ഇപ്പൊ എത്ര വർഷമായിട്ടുണ്ടെന്ന് അറിയോ? കണ്ടോ, നല്ല ആംബിയൻസ് ഉള്ള സ്ഥലമാണ് സത്യത്തിലത്. ഇവിടെ ഈ വാട്ടർ മെട്രോയുടെ വർക്കിന് വേണ്ടിയിട്ടാണ് ഈ പണി നടക്കുന്നത്. അതായത് നിലവിലുള്ള പാലമാണ് ഈ കാണുന്നത്. അതിന് ഹൈറ്റ് കുറവായതുകൊണ്ട് ബോട്ട് ഇതിലൂടെ ക്രോസ് ചെയ്ത് പോകാൻ പറ്റില്ല. അതുകൊണ്ടിട്ട് കുറച്ചുകൂടി ഉയർത്തിയിട്ട് പാലം പണിയാൻ വേണ്ടിയിട്ടാണ് ഇപ്പം നിലവിലുള്ള വഴിയൊക്കെ അടച്ച് കെട്ടിയിട്ട് ഈ പാലം പണിതുകൊണ്ടിരിക്കുന്നത്. ഇപ്പം എൻ്റെ ഓർമ്മയിൽ ഏതാണ്ട് 2 വർഷത്തിന് മേലെയായി പൂർണ്ണമായിട്ട് അടച്ചിട്ട്, മനസ്സിലായേ? അതിനു മുമ്പ് 2 വീലറും മറ്റൊക്കെ പോകുമായിരുന്നു. ഇപ്പോൾ ഒരു വാഹനവും പോകാതെ അടച്ചു കെട്ടിയിട്ടിട്ട് 2 വർഷത്തോളമായി. വികസനം വേണ്ട എന്ന് പറയില്ല, വികസനം നല്ലതാണ്, വികസനം വരണം. പക്ഷേ നിലവിലുള്ള യാത്രാ സൗകര്യമൊക്കെ അടച്ചു വെച്ചുകൊണ്ടിട്ട് ഉള്ള വികസനം അതിനോട് യോജിക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ അതുപോലുള്ള വർക്ക് വരുമ്പോഴത്തേക്കും എത്രയും പെട്ടെന്ന് തീർത്ത് മാറ്റണം. ഇതിപ്പോൾ ഒരു പാലം പണിയാൻ വേണ്ടി എത്ര വർഷം വേണ്ടി വരും? ഇവർക്ക് കൊടുത്തേക്കണ കാലാവധി ഡിസംബറിൽ തീരും. അതായത് ഈ ഡിസംബറിൽ വർക്ക് തീർത്ത് സഞ്ചാരയോഗ്യമാക്കേണ്ട പാലമാണിത്. ഇനിയിപ്പോൾ എത്ര വർഷം എടുക്കും എന്നുള്ളത് കണ്ടറിയണം. പനമ്പള്ളി നഗർ, കടവന്ത്ര, എളംകുളം ഭാഗത്ത് നിന്ന് പാലം പണി നടക്കുന്നിടത്തേക്ക് വരുന്ന സ്ഥലമാണ് ഈ കാണുന്നത്. ഞാനിതിൽ നിരന്തരം പോയിക്കൊണ്ടിരുന്ന ഒരാളാണ്, മനസ്സിലായേ? വളരെ സൗകര്യമാണ്. നമ്മൾ ഹൈവേന്ന് നേരെ പനമ്പള്ളി നഗർ, കടവന്ത്ര ഭാഗത്തേക്ക് വരാനായിട്ട്. ഈ വൈറ്റ് ലൈനിലുള്ള ട്രാഫിക് എല്ലാം ഒഴിവാക്കാം. ഇത് കണ്ട പാലം പണിയുടെ പണികളെ ഇത് കാണാൻ വേണ്ടി വന്നിരിക്കുന്ന കാഴ്ചക്കാരാണ് ഇവരെല്ലാം. കണ്ട, ഇതാണ് ഈ നിലവിൽ പുതിയതായിട്ട് മണ്ണിട്ട് നിർത്തി റോഡിന് വേണ്ടി തയ്യാറാക്കിയിരിക്കുന്നതാണ്. ആ ക്രെയിൻ ഇരിക്കുന്ന ഭാഗത്താണ് പുതിയതായിട്ടുള്ള പാലം നിർമ്മിക്കുന്നത്. സത്യത്തിൽ ഒരു വർക്കും നടന്നിട്ടില്ല എന്നുള്ളത്. ഇത് കണ്ട, ഇത് പഴയ പാലത്തിൻ്റെ എന്തോ സംഭവം കട്ട് ചെയ്യാൻ വേണ്ടി വെച്ചേക്കണ മെഷീനാണ്. അതിൻ്റെ എന്തൊക്കെയോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഒന്നും ആയിട്ടില്ല. കണ്ട, നമുക്ക് കണ്ടാൽ അറിയാൻ പറ്റും. ഈ മാസം കാലാവധി തീർന്നു എന്നാണ് ഇവിടെ അന്വേഷിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞത്. കറക്റ്റായിട്ടുള്ള അറിയില്ല. അതേപോലെ വർക്ക് കണ്ടില്ലേ, സൈഡിലെ കൈവരിക്ക് പണിയുന്ന കമ്പികളൊക്കെ തുരുമ്പിടിച്ച് നശിഞ്ഞ് പണ്ടാറടങ്ങിയിരിക്കണേ, മനസ്സിലായോ? അത് കണ്ടാൽ അറിയാൻ പറ്റും. അതുപോലെ ഇതിൻ്റെ അരികിൽ താമസിക്കുന്ന മത്സ്യത്തൊഴിലാളികൾ, ഇവിടെ നിന്ന് നല്ല ഉണക്കമീനൊക്കെ കിട്ടുമായിരുന്നു. ഞാൻ പല പ്രാവശ്യം ഇവിടെ നിന്ന് വാങ്ങിക്കൊണ്ട് പോയിട്ടുണ്ട്. നല്ല ലാഭത്തിൽ കിട്ടും. ഇപ്പോൾ ഇവരുടെയൊക്കെ ജീവിതം അവതാളത്തിലായിരിക്കുകയാണെന്ന് തോന്നുന്നത് ഈ വർക്ക് നടക്കുന്നതുകൊണ്ട്. ഒന്ന് മാത്രമേ ഇതിൽ പറയാനുള്ളൂ, എത്രയും പെട്ടെന്ന് ഈ വർക്ക് പൂർത്തിയാക്കിയിട്ട് ജനങ്ങൾക്ക് ഈ റോഡും പാലവും എല്ലാം സഞ്ചാരയോഗ്യമാക്കി കൊടുക്കണം എന്ന് മാത്രമേ ഇതിൻ്റെ അധികാരികളോട് പറയാനുള്ളൂ. ഇത് എത്രയും പെട്ടെന്ന് വർക്ക് തീർക്കാനുള്ള നടപടി എടുക്കണം, അത്രേ പറയാനുള്ളൂ. കാരണം ജനങ്ങൾ അത്രയ്ക്ക് ദുരിതത്തിലാണ് ഈ പ്രദേശത്തുള്ളവർ. ഇതിലെ നിരന്തരം പോയിരുന്നവരെല്ലാം ഇപ്പോൾ കഷ്ടത്തിലായിരിക്കുകയാണ്. അതുപോലെ വൈറ്റ് ലൈനിലെ ട്രാഫിക്കൊക്കെ ഒരു പരിധി വരെ ഇത് ശരിയായി കഴിഞ്ഞാൽ കുറക്കാൻ പറ്റും.